ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ട്രിപ്പ് പോയ വീഡിയോ ആണ് കേട്ടോ. മൂകാംബിക പോയിട്ടുണ്ടായിരുന്നു. ആ ട്രിപ്പ് പോയ വീഡിയോസാണ്. പാർട്ടായിട്ടാണ് കേട്ടോ ചെയ്യുന്നത് കാരണം നമ്മൾ 3 ദിവസം അവിടെ സ്റ്റേ ഉണ്ടായിരുന്നു. അതിലുള്ള വീഡിയോസാണ് കേട്ടോ ഉള്ളത്. ബാക്കിയുള്ളതൊന്നും എടുത്തിട്ടില്ല. അവിടെ നമ്മൾക്ക് കുറച്ച് വെയിറ്റിംഗ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ 9:30 ആകുമ്പോൾ ചെന്നിട്ട് ഒരു 10:45 വെയിറ്റിംഗ് വന്നിട്ടുണ്ട്. അതിനിടയ്ക്കുള്ള കലാപരിപാടികളാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ട്രെയിൻ എത്തിയിട്ടുണ്ട്. നമ്മൾ മാത്രമല്ല കേട്ടോ പോകുന്നത്. നമ്മൾ ഷൊർണൂരിൽ നിന്ന് നമ്മൾ മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് ഫ്രണ്ട്സിൻ്റെ ഫാമിലീസ് ഉണ്ട്, നമ്മുടെ ഫാമിലി ഉണ്ട്, നമ്മുടെ റിലേറ്റീവ്സ് ഉണ്ട്. ഇങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ. നമ്മൾ മാത്രം ഷൊർണൂരിൽ നിന്ന് ജോയിൻ ചെയ്തു. മറ്റവരൊക്കെ നാട്ടിൽ നിന്ന് പോന്നിട്ടുണ്ട്. ഇത് നമ്മൾ ട്രെയിനുള്ളിൽ കയറിയിട്ടുണ്ട്. ഇതാട്ടോ നമ്മുടെ സീറ്റ്. ഇത് അച്ഛൻ, അമ്മയുടെ കയ്യിലാട്ടോ ആമീസ് ഇരിക്കുന്നത്. അങ്ങനെ അവർ പോയി. ദേവൂസും ആമീസും സീറ്റിൽ കയറി ഇരിപ്പാട്ടോ. ദേവു ഉറങ്ങാൻ കയറിയതാ. അപ്പോൾ ആമയും ഉറങ്ങുന്നുണ്ട്, ദീദീൻ്റെ ഒപ്പം ഉറങ്ങുന്നുണ്ട് പറഞ്ഞിട്ട് ആമയും കയറിയിട്ടുണ്ട്. അവിടെ നിന്ന് എന്തൊക്കെയോ കാണിക്കേണ്ടത്. അങ്ങനെ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റൊക്കെ നോക്കുമ്പോഴത്തേക്കും മംഗലാപുരം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മംഗലാപുരം കഴിഞ്ഞിട്ടുള്ള ഏതോ സ്റ്റേഷനാണിത്. അപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് നേരം നല്ല പുലർച്ചയായിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇറങ്ങേണ്ട സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ബൈന്ദൂരായിരുന്നു. ഇവിടെ ആകെ 2-3 മിനിറ്റൊക്കെ ഉള്ളൂ കേട്ടോ വെയിറ്റിങ്. ഇപ്പോൾ ബൈന്ദൂർ സ്റ്റേഷൻ എത്തി. നമ്മളെല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ ഒരുപാട് പേര് ഇറങ്ങിയിട്ടുണ്ട്. ഇതിനകത്തിൽ 52 പേരോളം നമ്മുടെ പിള്ളേരാണ്. എനിക്ക് തോന്നുന്നുണ്ട് ഏറെക്കുറെ ഇറങ്ങിയിട്ടുള്ള എല്ലാവരും നമുക്ക് അമ്പലത്തിലേക്കുള്ളവരാകും. കാരണം അമ്പലത്തിൽ നല്ല തിരക്കുണ്ടാകും. അങ്ങനെ ബസ്സിൽ കയറിയിട്ടുണ്ട്.
ഇനി മൂകാംബിക കയറാൻ നമ്മൾ ബസ്സിനാണ്, ബൈന്തൂർ ടു മൂകാംബിക നമ്മൾ ബസ്സിനാണ് പോകുന്നത്. കണ്ടില്ല, നമ്മൾ ഇത്ര പേര് ഈ ഒരൊറ്റ ട്രിപ്പിൽ നമ്മുടെ ഒപ്പം വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു ബസ് എന്ന് പറഞ്ഞാൽ 55 സീറ്റിലുള്ള ബസ്സാണ്. അപ്പോൾ 52-53 പേരോളം ഉണ്ടായിരുന്നു നമ്മുടെ ഒപ്പം. നമ്മൾ മൂകാംബികയുടെ പ്രവേശന കവാടത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഫ്രണ്ടിലോട്ട് ചെല്ലുമ്പോൾ വനദുർഗ ക്ഷേത്രം, ഇതാണ് കേട്ടോ വനദുർഗ ക്ഷേത്രം. വണ്ടി നല്ല സ്പീഡിലായതാണ് നമുക്ക് വീഡിയോ കിട്ടിയിട്ടില്ല. നമ്മൾ ആദ്യം അവിടെ കയറിയിട്ടില്ല, കാരണം നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്ത് ഫ്രഷപ്പ് ആകാണ്ടല്ലേ വരുന്നത്. ഇവിടെ കയറിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ അതാ മൂകാംബികയിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് പേര് കുറച്ച് പോർഷനിലും ബാക്കി കുറച്ച് പേര് വേറൊരു പോർഷനിലും അങ്ങനെ കേട്ടോ റൂം കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഒരു 10-30 പേരോളം ലഗേജൊക്കെ നമ്മൾ റൂമിൽ കൊണ്ടുവന്ന് വെച്ച് സേഫ് ആക്കിയിട്ട് നമ്മൾ കഴിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും റൂമിൽ പോയി കുളിച്ച് മാറാനുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് നേരെ സൗപർണികയ്ക്ക് പോയി. അങ്ങനെ ഹോട്ടലിലൊക്കെ കയറി സൗപർണികയ്ക്ക് പോവാട്ടോ. ഈ പോകുന്ന വഴിയിലൊക്കെ ഉണ്ട് ഹോട്ടലുണ്ട്. ഇത് ഹോട്ടലിൽ ലോഡ്ജ് കൂടെ ഉള്ളതുണ്ട്, ഹോട്ടലിൽ തന്നെ ഉള്ളതുണ്ട്, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇങ്ങോട്ട് വരുന്ന ഈ സൈഡിലൊക്കെ ലോഡ്ജുണ്ട്, ഹോട്ടലുണ്ട്, ഒക്കെ ഉണ്ട്. ഈ 2 സൈഡിലുണ്ട് കേട്ടോ. പിന്നെ അങ്ങോട്ട് കിടക്കുന്ന അതിലൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ട്, ഈ കാണുന്നത് ഒരു ലോഡ്ജാണ്. ഇത് നമ്മൾ സൗപർണികയിലോട്ടുള്ള റോഡ് തിരിഞ്ഞിട്ടുണ്ട്. നമ്മൾ രാവിലെ ഇവിടെ ഒരു 8:30 ആയപ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അത് കാരണം രാവിലെ തന്നെ അമ്പലത്തിൽ കുളിച്ച് തൊഴാക്കരുത്. അങ്ങനത്തെ സൗപർണികയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് മുങ്ങി കുളിച്ച് പോയി ഡ്രസ്സ് ചെയ്ത് വേണം അമ്പലത്തിൽ കയറി തൊഴാൻ വേണ്ടിയിട്ട്. അമ്മയും ദൈവവും കൂടെ നേരെ മുന്നിൽ പോകുന്നുണ്ട്. അവിടെ കുരങ്ങുണ്ട്, കുരങ്ങിനെ കണ്ടിട്ട് പോവുക. ഈ വരുന്നവരൊക്കെ നമ്മുടെ കൂടെ വന്നിട്ടുള്ളതാണ്. ഇവരൊക്കെ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിൽ പോകുന്നുണ്ട്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഓട്ടോ വിളിച്ച് വീണ്ടും റൂമിലോട്ട് പോവാം. അപ്പോൾ ഇവിടെ വെച്ച് ഞാൻ നിർത്താം. ഇത് ഫസ്റ്റ് പാർട്ട്.